മേഹം എന്ന് പറയുമ്പോൾ അസോൾട്ടും ബാറ്ററിയും ഒക്കെ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നോക്കിയതിന് ശേഷവും മാത്രമാണ് കേട്ടോ മേഹം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിളാണ് ഈ മേഹം എന്ന് പറയുമ്പോൾ. അസോൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമുക്ക് പ്ലെയിൻറ്റിഫിന് പേടിയാണല്ലേ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിങ്ങനെ പറയാമല്ലേ. അപ്പോൾ ഒരാൾ നമ്മളെ കൈ പൊക്കിയിട്ട് അടിക്കാൻ വേണ്ടി പേടി നമുക്ക് തോന്നുമ്പോൾ നമുക്കൊരു അസോൾട്ട് ഉണ്ടാവുകയാണല്ലേ. അവിടെ നമ്മൾ പേടി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അസോൾട്ട് സംഭവിച്ചു കഴിഞ്ഞു, ആ ഒരു ഒഫൻസ് കഴിഞ്ഞു. അതുപോലെ തന്നെ അയാളെ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്, ബാറ്ററി എന്ന് പറയുന്ന ഒഫൻസും അവിടെ വന്നു കഴിഞ്ഞു. ഇനി മേഹം എന്ന് പറയുമ്പോൾ ആ ബാറ്ററി എന്ന് പറയുന്ന കാര്യം സംഭവിച്ചപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ ഇഞ്ചുറിയിൽ നമ്മളെ ബോഡിലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്പറിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി സംഭവിച്ചു, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടൊരു ഡിഫക്റ്റ് സംഭവിച്ചു എങ്കിൽ നമുക്കവിടെ ഒരു മേഹം നടന്നു എന്ന് പറയാം. ഇപ്പം നമ്മൾ ആ ഒരു അടിയിൽ എൻ്റെ കൈ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വെട്ടാൻ വേണ്ടി നോക്കുവാണെന്ന് വെച്ചോ, ഒരു കത്തി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ നിൻ്റെ കൈ വെട്ടും എന്ന് പറയുമ്പോൾ അത് അസോൾട്ടും, കൈ വെട്ടിയപ്പോൾ അത് ബാറ്ററിയും, കൈ വെട്ടിയിട്ട് അത് ഒരിക്കലും കൂട്ടി തയ്ക്കാൻ പറ്റാത്തപ്പോൾ അതൊരു മേഹവുമായി മാറുവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഭയങ്കര സിമ്പിളാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളുടെ ലോസ് ഓഫ് ഫീറ്റ്, ഹാൻഡ്സ്, ലെഗ്സ്, ഫിംഗേഴ്സ് ഓർ ഇവൻ കാസ്ട്രേറ്റിംഗ് എ പേഴ്സൺ വുഡ് ഗീവ് റൈസ് ടു ആൻ ആക്ഷൻ ഓഫ് മേഹം. നമ്മളുടെ ലോസ് ഓഫ് ഹാൻഡോ ഫീറ്റോ ലെഗ്സോ എന്തോ ആവട്ടെ, അതൊരു പെർമനൻറ്റ് ഡാമേജ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചെവിയുടെ ഒരു പാർട്ട് കണ്ടിച്ചു പോയി, കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ നോസിൻ്റെ ഫിഗർ മാറി, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മേഹം നടന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ മേഹവും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ ഒരു ചെറിയൊരു ഫിസിക്കൽ ഫോഴ്സ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒഫൻസ് ആണെങ്കിൽ പോലും, ചെറിയ ഒഫൻസ് ആണെങ്കിൽ ബാറ്ററിയും, വലിയൊരു പെർമനൻ്റ് ആണെങ്കിൽ മേഹമാണെന്ന് പറയാം.